ചാപ്റ്റർ 6 വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കമ്പനി ഫോം ചെയ്യുക, മാനേജ്മെൻറ്റ് മീറ്റിംഗ് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് കമ്പനി വൈൻഡ് ചെയ്യുകയെന്ന്, എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ, കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ലീഗൽ ആസ്പെക്ട്സ് വെച്ചിട്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും ഇതേപോലെ ലീഗൽ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് വേണം നമ്മുടെ കമ്പനി വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പനി വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനി ഡിസോൾവ് ആവുക എന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് എന്ന് പറയണത്. നമ്മുടെ എന്തെങ്കിലും അസറ്റ്സ് കമ്പനി റിയലൈസ് ചെയ്യുക, അതുപോലെ മണി ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക, ഡിബെഞ്ചർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർസ്, എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനെ പറയണതാണ് എന്തെന്നാണ് കമ്പനിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറയണതാണ് എന്തെന്നാണ് വൈൻഡിങ് എന്നുള്ളത്. രണ്ട് രീതിയിലാണ് നമ്മൾ കമ്പനി വൈൻഡിങ് ചെയ്യാം, ബൈ ദി ട്രിബ്യൂണലും ബൈ വോളണ്ടറി വെച്ചിട്ടാണ് എന്തെന്നാണത് കമ്പനി വൈൻഡിങ് ചെയ്യുക. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ കോർട്ടിൻ്റെ സഹായത്തോടെ എന്താണ് വൈൻഡ് ചെയ്യുന്നതിന് പറയണതാണ് എന്തെന്നാണ് ട്രിബ്യൂണൽ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കോർട്ടിൻ്റെ ഒന്നും സഹായമില്ലാണ്ട് സാധാ രീതിയിൽ അവിടുത്തെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് എല്ലാവരും കൂടിയിട്ട് വൈൻഡ് ചെയ്യുന്നതിന് പറയണതാണ് എന്തെന്നാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞത്. ഇനി ബൈ ട്രിബ്യൂണൽ എന്താണെന്ന്, ബൈ ദി ട്രിബ്യൂണൽ എന്തൊക്കെ കാര്യങ്ങളാണ് വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ശ്രദ്ധിക്കേണ്ടതെന്ന്. Winding up by the criminal. The company may petition under section 272 the on by the tribunal. എങ്ങനെയാണ് കമ്പനിക്ക് പറ്റാത്ത സമയത്ത് അവർ കോർട്ടിൻ്റെ സഹായത്തിലേക്ക് പോവും. കമ്പനി എന്താ പറയുക, ഞങ്ങൾക്ക് പറ്റണില്ല ഇത് വൈൻഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ റീസൺസ് ആണ് നമ്മൾ കോർട്ടിനെ സഹായം തേടണമെന്ന് വെച്ചാൽ, the company is unable to pay its debts, fail to pay creditor amount exceeding. ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്പെഷ്യൽ ഹാസ് റിസോൾവ് ദ കമ്പനി വോണ്ട് ബൈ ദ ട്രിബ്യൂണൽ. പിന്നെ if company do not file financial statement or annual returns of preceding 5 consecutive financial years, if the tribunal opinion that just equitable, the company should be wound up. ഒന്നെങ്കിൽ കമ്പനിയിൽ ക്രെഡിറ്റേഴ്സ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാത്ത സമയത്ത്, അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും വല്ല രാജ്യദ്രോഹ കുറ്റം അങ്ങനെയൊക്കെ വല്ല കമ്പനികൾ കാണിക്കുക, അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനി നമ്മുടെ ട്രിബ്യൂണലിന് പെറ്റീഷൻ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ഇനി ഒരു കമ്പനി ട്രിബ്യൂണലിലെ പവർ എന്താണെന്ന്, ഒന്നെങ്കിൽ ഡിസ്മിസ് ഇറ്റ് വിത്ത് ഓർ വിത്തൗട്ട് കോസ്റ്റ്, മേക്ക് എനി ഡീം ഓർഡേഴ്സ് ഓഫ് തിങ്സ് ഫിറ്റ്, അപ്പോയിൻമെന്റ് എ പ്രൊഫഷണൽ ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി, പിന്നെ മേക്ക് എൻ ഓർഡർ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി വിത്ത് ഓർ വിത്തൗട്ട് കോസ്റ്റ്, എനി അതർ ഓർഡർ തിങ് ഫിക്സ്. ഒരു ട്രിബ്യൂണലിനെ കമ്പനി വൈൻഡ് ചെയ്യാനുള്ള പവർ എന്ന് പറഞ്ഞത് അവർക്ക് കമ്പനി എപ്പോൾ വേണമെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ കോസ്റ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് കൊടുക്കാണ്ടെയോ, അല്ലെങ്കിൽ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്ക് ഓർഡർ കൊടുക്കാം, കമ്പനി വൈൻഡ് ചെയ്യാം എന്നുള്ള ഓർഡർ കൊടുക്കാം എന്നുള്ള കാര്യമാണ് അവരുടെ പവർ എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് ഫയലിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നാണ്. ഒരു ലിക്വിഡേറ്ററിനെ നമ്മൾ പ്രൊവൈഡ്. എന്താണ് ലിക്വിഡേറ്റർ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് കമ്പനി കോർട്ട് ഒരു ആളെ നിയമിക്കുക, കമ്പനിയുടെ ആവശ്യത്തിന് വൈൻഡിങ് അപ്പ് ചെയ്യണ സമയത്ത് ഒരാളെ നിയമിക്കുന്നതിനെ പറയുന്നതാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ആ കമ്പനി ക്ലോസ് ആവണേൻ്റെ ആ പ്രൊസീജിയർ കാര്യങ്ങൾ മേൽനോട്ടം വയ്ക്കാൻ ഒരാളെ ഒന്നെങ്കിൽ അഡ്വക്കേറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. കമ്പനി ലിക്വിഡേറ്റർ ആൻഡ് ദെയർ അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത് മേ അപ്പോയിന്റഡ് പാനൽ പ്രൊഫഷണൽ ഫേം, ഒന്നെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ അക്കൗണ്ടന്റുമാരെ ആയിരിക്കും ആരെയായിട്ട് ലിക്വിഡേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യുക. Board of Copyright consisting of such professional having at least 10 years experience in company matters and approved by the central government of from time to time. 10 വർഷത്തെ എക്സ്പീരിയൻസിലെങ്കിലും വേണം കമ്പനിയുടെ നടത്തിപ്പ് പരിചയമുള്ള ഒരു 10 വർഷത്തെ അംഗീകാരം അല്ലെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എന്തെന്നാണ് ചിലപ്പോൾ ലിക്വിഡേറ്റർ ആയിട്ട് പോവുക. പിന്നെ
ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യണത് ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ട് അങ്ങനത്തെ അല്ലെങ്കിൽ CA അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അങ്ങനത്തെവരൊക്കെയും ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇദ്ദേഹത്തിന് റിമൂവ് ചെയ്യുക എങ്ങനെയാണ്? ഒന്നെങ്കിൽ അയാൾ മിസ്കണ്ടക്ട് അതല്ലെങ്കിൽ ഫ്രോഡോ, അതായത് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തല്ലുണ്ടാക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ടു ദ കമ്പനി ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞത് ട്രിബ്യൂണൽ ഹാസ് മെയ്ഡ് എ വൈൻഡിംഗ് അപ്പ് ഓർഡർ ടു അപ്പോയിന്റ് എ കമ്പനി ലിക്വിഡേറ്റർ. സച്ച് ലിക്വിഡേറ്റർ ഷാൽ വിത്തിൻ 60 days ഫ്രം ദ ഓർഡർ സബ്മിറ്റ് ദ ട്രിബ്യൂണൽ റിപ്പോർട്ട് കണ്ടെയ്നിങ് ഫോളോയിങ് പർട്ടിക്കുലർ. ഇനി കമ്പനി വൈറ്റനിങ് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് ലിക്വിഡേറ്റർ കൊടുക്കും. 30 ദിവസത്തിന് അയാൾ അപ്പോയിന്റ് ചെയ്ത 30 ദിവസത്തിനുള്ളിൽ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു കോടതിക്ക് റിപ്പോർട്ട് അയക്കും. ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണിത്. The nature details of assets of company including their location, value, cash balance in hand and bank, ആ കമ്പനിയുടെ ക്യാഷ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, റിപ്പോർട്ടിലുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ് ആൻഡ് പെയ്ഡ് അപ്പ്, ഡെബ്റ്റ്സ്, ഗ്യാരണ്ടീസ് ഇഫ് എക്സ്റ്റെൻഡഡ് ബൈ ദ കമ്പനി. പിന്നെ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ് ഡീറ്റെയിൽസ്, അതായത് ഫുൾ ഡീറ്റെയിൽസ് ആ കമ്പനിയുടെ എന്തൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് കൊടുക്കും. പിന്നെ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞത് ട്രിബ്യൂണൽ ബൈ പാസിംഗ് ഓർഡർ വൈൻഡിംഗ് അപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് അഡ്വൈസറി കമ്മിറ്റി ടു അഡ്വൈസ് ദ കമ്പനി ടു ആൻഡ് റിപ്പോർട്ട് ടു ട്രിബ്യൂണൽ സച്ച് മാറ്റേഴ്സ് ആസ് ട്രിബ്യൂണൽ ബൈ ഡയറക്റ്റ്. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞത് ഇപ്പോൾ കോർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും വൈൻഡിങ് അപ്പ് ചെയ്യണമെന്ന്. അത് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഈ ലിക്വിഡേറ്ററിനെ കമ്പനീനെ പറ്റിയിട്ടും അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിനെ പറ്റി അഡ്വൈസ് ചെയ്യുന്ന കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ പറയണതാണ് അഡ്വൈസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു 12 മെമ്പേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന, ഒന്നെങ്കിൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ഉള്ള 12 പേര് അടങ്ങിയ ഒരു കമ്മിറ്റീനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. Liquidation of nominally creditor, contributor and decider shall conduct within 30 days of date of ordering of winding up. The advisory company has right to inspect the books of account and other document, assets and property of company within the reasonable time. 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ കോർട്ട് ഓർഡർ ചെയ്താൽ അപ്പം തന്നെ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് എന്തെന്നാണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. To carry on business of companies who have necessary for the beneficial winding up of company. ബിസിനസ്സിന് നല്ല രീതിയിലേക്ക് പോവാൻ, അതായത് നല്ല രീതിയിലേക്ക് വൈൻഡിങ് അപ്പ് ചെയ്യാൻ അതിനെ കൊണ്ട് നടക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? ആ ലിക്വിഡേറ്ററിൻ്റെയാണ് ആ ഡ്യൂട്ടി എന്നാണത്. പിന്നെ ടു സെൽ ഓൾ ഓഫ് അണ്ടർടേക്കിംഗ് ഓഫ് കമ്പനി ആർ ഗോയിങ് കൺസേൺ, ടു റേസ് എനി മണി റിക്വയർഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് അസറ്റ് ഓഫ് കമ്പനി, to invite and settle claims of creditors, employees or any other claim and distribute sale of proceed according to the act പ്രകാരം. പിന്നെ എന്ന് വെച്ചാൽ ഈ കമ്പനി ലിക്വിഡേറ്ററിന് കുറേ കമ്പനിയിൽ പവേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എസെൻഷ്യലായിട്ട് കമ്പനി നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വൈൻഡിങ് അപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യണതാണ് എന്തെന്ന് പറഞ്ഞത് കമ്പനി ലിക്വിഡേറ്റിൻ്റെ. പിന്നെ നമുക്ക് എല്ലാ അസറ്റ്സ് കാര്യങ്ങൾ വിൽക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ എന്താ പറയുക, obtain professional assistance in any person appointed as any professional in discharge of the duties. അയാൾക്ക് ഫുൾ ബേർഡൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ വർക്ക് കുറച്ച് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സും ആർക്കുണ്ട്? നമ്മുടെ ലിക്വിഡേറ്ററിന് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്ന് പറഞ്ഞത് എന്താണ്? കമ്പനിയെ മേക്ക് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തലാക്കുക. ആ കമ്പനി വേണ്ട, ട്രിബ്യൂണൽ അനുസരിച്ചിട്ട് ആ കമ്പനി ഇല്ലാതാക്കുക. അതിനെ പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞത്. അത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ഷാൽ ഓൺ application filed of company later when the tribunal opinion that just and reasonable circumstance of the cases the order to dissolution of company should be made. ഇങ്ങനെ ട്രിബ്യൂണലിനെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ ഓക്കെ ഇത് നിർത്തലാക്കാം, കമ്പനി വേണ്ടാന്ന് വെക്കുമ്പോൾ കമ്പനി ഇയാൾ ആപ്ലിക്കേഷൻ കൊടുക്കും. ആര്? ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും.
നമുക്ക് കമ്പനി നിർത്താമെന്ന്. അപ്പോൾ അത് അദ്ദേഹം നോക്കിയിട്ട് അതിൻ്റെ റീസണബിൾ ആണെങ്കിൽ അത് എന്താണ് ഡിസൊല്യൂഷൻ, അത് കമ്പനി നിർത്തലാക്കാൻ പറ്റും. അങ്ങനെ നിർത്തലാക്കി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡേറ്ററിന് വേണമെങ്കിൽ അതിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാകാൻ പറ്റും. കമ്പനിക്ക് If company liquidator may default in forwarding of copy of order within specified period of company shall punishable fine with extended 5,000 rupees for day during with the default continues. ഇനി എന്തെങ്കിലും ലിക്വിഡേറ്റർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോപ്പി അയക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുകയാണെങ്കിൽ അയാൾ പണിഷബിൾ ആണ്. അതാണ് എന്തെന്ന് ഡിസൊല്യൂഷൻ ഓഫ് ബൈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി വിത്തൗട്ട് ഇൻ്റർഫറൻസ് ഓഫ് ട്രിബ്യൂണലിൻ്റെ സഹായമില്ലാണ്ട് തന്നെ എന്താ പറയുക ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. In voluntary winding up, company and the creditor are left free to settle their affairs without going the court. The members and creditor of company shall together put an end the dispute. ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ അത് മെമ്പേഴ്സോ ഒന്നും കോടതിയെ സമീപിക്കാണ്ട് അവർ തന്നെ എന്തെന്നാണ് കമ്പനിയെ വൈൻഡ് ചെയ്യുന്ന അതിനെ പറയുന്നതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ടെന്ന്. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് പറയണത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വൈൻഡിങ് അപ്പ് ഉണ്ടായിരുന്നു. കമ്പനീസ് ആക്ട് 1950 പ്രകാരം രണ്ട് രീതിയിലായിരുന്നു. ഒന്നെന്ന് പറഞ്ഞത് ടു ഡിഫറെൻറ്റ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ഉണ്ട്. ഇപ്പോൾ കമ്പനി ആക്ട് 2013 പ്രകാരം മറ്റേ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നുള്ള കാര്യം എടുത്തു കളഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് മാത്രമായിട്ട് ഇപ്പോൾ ഉണ്ട്. By making analyze winding up matters, the Act 2013 known as company insolvent, it may take a liquidation under compulsory liquidation process. Next, creditors voluntary winding up എന്താണെന്നും കൂടി പറഞ്ഞുതരാം. വോളണ്ടറി ഇപ്പോൾ 1956 പാസ്സായതാണ്. 2013 ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് if an insolvent company not able to pay any debts fully or settle wants to undergo voluntary winding, this creditor have placed a pride in winding up process. കമ്പനി പപ്പരസൂട്ടായി ആ സമയത്ത് അവർക്ക് ഫുള്ള് കാര്യങ്ങളൊന്നും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ക്രെഡിറ്റർ വന്നിട്ട് ഒരു പ്രൈഡായിട്ട് നിൽക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ ആ കമ്പനി മേടിക്കുക, അല്ലെങ്കിൽ ആ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുക. ഒന്നെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അസറ്റ്സ് വിൽക്കാനുള്ളതൊക്കെ ചെയ്യുന്നതാണ് എന്തെന്നാണ് ക്രെഡിറ്റേഴ്സ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ the company must call a separate meeting for members and the creditor. Both meeting must pass resolution for winding up company. Both members and creditor may nominate and personally liquidate their respective meeting. The nominate different liquidator, the person nominated by the creditor shall become the appointer. ഇതുപോലെ ഒരു ലിക്വിഡേറ്റർ, അതായത് കാര്യസ്ഥനെ ഇതുപോലെ ഒരു വെക്കും. ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു കാര്യത്തിനെ വെക്കും. അദ്ദേഹം ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുന്നുണ്ടാവുക. അതിൽ കണ്ടീഷൻ ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുക. ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, അതിപ്പോൾ അപ്രസ ആകുമ്പോൾ ഷെയർ ഹോൾഡർ റെസൊല്യൂഷൻ, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺസിക്വൻസസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, servant and officers, proceeding against the company, cost, documents. ഇതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ കോൺസിക്വൻസസ് എന്ന്. ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ എന്താ liable to bond payable full amount of share held by him for the purpose wherein he describe a contributory. The term contributory means the person liable to contribute the asset of company in the event of winding up. ഷെയർ ഹോൾഡേഴ്സിന് ബുദ്ധിമുട്ടല്ലേ, അവർ ഷെയർസ് എടുത്തിട്ടുണ്ടാവും. ഇനി വൈൻഡിങ് അപ്പ് ആകുമ്പോൾ എന്താ തിരിച്ച് ആ ഷെയർസ് കൊടുക്കുകയും അല്ലെങ്കിൽ തിരിച്ച് വേണ്ടി വരും. അതാണ് കോൺസിക്വൻസ്. ക്രെഡിറ്റേഴ്സിന് പറഞ്ഞാൽ എന്താ വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്ത് എന്താണ് അവർക്ക് കമ്പനിക്ക് എന്താ കുറേ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. സെർവൻറ്റ് ഓഫീസർ വൈൻഡിങ് അപ്പ് ആകുമ്പോൾ എന്താ കോർട്ട് ഓപ്പറേറ്റ് ചെയ്യണമ്പോൾ എന്താ അവരുടെ discharge to the employees and officer company expect the business of companies can. The same principle will regard discharge of employees voluntary winding up. കോൺസിക്വൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ കമ്പനി വൈൻഡ് ചെയ്യുമ്പോൾ കമ്പനീനെ ആശ്രയിച്ച് കുറേ പേരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കുള്ള കോൺസിക്വൻസസ് ഒന്ന് ഷെയർ ഹോൾഡേഴ്സിന്, ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന്, സെർവൻസ് ആൻഡ് ഓഫീസേഴ്സ്, പിന്നെ കോൺസിക്വൻസ് പ്രൊസീഡിങ് അഗെയിൻസ്റ്റ് ദ കമ്പനി, കോസ്റ്റ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ.
the winding up or end of the company, the consequence of winding up is different to different interested party. Important consequences are shareholders എന്ന് പറയുമ്പോൾ എന്താ, shareholder are liable to face a value of shares. Hence, the members of company is liable to and bound to pay full amount to shares held by him. കമ്പനി എത്ര ഷെയർസ് ഹോൾഡ് ചെയ്ത കമ്പനി അതെന്താണ് കമ്പനിക്ക് എന്താണ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ ഷെയർസ് എത്രയാണോ ഹോൾഡ് ചെയ്ത എമൗണ്ട് മൊത്തം ആ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ആർക്കാണ്? ക്രെഡിറ്റേഴ്സിന് എന്താ, അവരുടെ റിയലൈസ് ദ അസറ്റ് ആൻഡ് ഡിസ്ചാർജ് ലയബിലിറ്റി ദെൻ ദെയർഫോർ ആർ എനി സപ്ലൈ ടു പേ ദേ of it to shareholder. If duty to liquidate to pay off the liability of the company. Every kind of liability were there present or future certain condition liable to pay. ഇൻസോൾവൻസി ആണെങ്കിൽ ഇൻസോൾവൻസിയിലെ റൂൾസ് അപ്ലൈ ചെയ്യണം. അതായത് ക്രെഡിറ്റേഴ്സിന് അവരുടെ അസറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് റിയലൈസ് ചെയ്യണം. ഇനി എന്തെങ്കിലും സർപ്ലസ് കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും വേണം. സെർവൻറ്റിന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് അവർക്ക് എന്താണ്, അവർക്ക് ഇതുപോലെ ഡ്യൂട്ടീസ് കൊടുക്കണം. ഇത്ര ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോകണമേ എന്നുള്ള കാര്യം അവർക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് എന്താണ് കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞത്.